2014 കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ജെയിംസ് സാറിൻ്റെ സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടാത്തതിനേക്കാൾ അധികം ഒരു സ്നേഹവും എല്ലാം തന്ന ഒരു സാറാണ് ജെയിംസ് സാറ്. ഞങ്ങൾ നാടകത്തിനായാലും സ്കിറ്റും മൈം എല്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് മുൻപിൽ നിന്ന ഒരാളാണ്. കോളേജിൽ 2017 പാസ് ഔട്ട് ആയതിനു ശേഷം എങ്കിൽ പോലും നമുക്ക് സിനിമ അല്ലെങ്കിൽ അഭിനയം എന്നൊരു ആഗ്രഹം നമ്മളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളതിനെ മോട്ടിവേറ്റ് ചെയ്യുകയും കോളേജിൽ അതിനുശേഷം കോളേജിൽ നടക്കുന്ന ഓഡീഷൻസിൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നടക്കുന്ന ഓഡീഷൻസിലാണെങ്കിൽ പോലും നമ്മളെയും വിളിച്ച് പങ്കെടുപ്പിക്കുകയും ഓരോ സംവിധായകരെയും നമുക്ക് പരിചയപ്പെടുത്തി തരികയും അവരോട് പേരെടുത്ത് നമ്മൾ പറഞ്ഞ് ഇവരെ നല്ല കഴിവുള്ള കുട്ടികളാണ്, ഇവരെ വലിയ നിലയിൽ എനിക്ക് കാണണം, ഇവരെ എത്തിപ്പെടുത്താൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമുക്കെല്ലാം സപ്പോർട്ടും തന്ന് മോട്ടിവേറ്റ് ചെയ്ത അത്ര ഒരു സഹോദര തുല്യനായ ഒരു മനുഷ്യനാണ് ജെയിംസ് സാർ. ജെയിംസ് സാർ പോയി, ജെയിംസ് സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഇതിനോട് ഉൾക്കൊണ്ട് എല്ലാവരും ഈ ഒരു സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന കാലഘട്ടത്തിൽ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അന്ന് എൻ്റെ കോളേജ് യൂണിയനിൽ ഉണ്ടായ പ്രതിസന്ധികൾ ഒരു 90% കലോത്സവം തുടങ്ങി ഡ്രാമ തുടങ്ങി ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന്, അല്ല ഞങ്ങളുടെ ഈ യൂണിയൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും പരിഹാരം കാണുകയും ഒത്തിരി നല്ല പുത്തനാശയങ്ങളുമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നൊരു പ്രവർത്തിച്ച സാറാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ കോളേജിൽ പഠിച്ചിറങ്ങിയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും സാറിൻ്റേതായിട്ടൊരു കയ്യൊപ്പ് അവിടുത്തെ ഓരോ വിദ്യാർത്ഥികൾക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തിരുഹൃദയ കലാലയത്തിൽ നിന്ന് സാറിൻ്റെ ഓർമ്മകൾ ഒരു വിദ്യാർത്ഥികളുടെയും ഇടയിൽ നിന്ന് പോകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. പക്ഷേ സാറിൻ്റെ വിയോഗം ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും തീർത്ത് സങ്കടത്തോടെയാണ് ഇവിടെ ഞങ്ങൾ ഓരോരുത്തരും വന്ന് പങ്കെടുക്കുന്നത്. ഞങ്ങൾ 2014-17 ബാച്ചായിരുന്നു തേവര കോളേജിൽ. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല ജെയിംസ് സാറ്. പക്ഷെ ഞങ്ങളുടെ തിയേറ്റർ ക്ലബ്ബ്, ഡ്രാമ ക്ലബിൻ്റെ ഇൻചാർജ് ജെയിംസ് സാറിനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞങ്ങൾ ഓടിച്ചെല്ലാനും ഞങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നിരുന്ന ഒരു ഫാക്കൽറ്റി മെമ്പറായിരുന്നു ജെയിംസ് സാർ. പിന്നെ നമ്മുടെ ഇവിടെ വാങ്ങൽ പ്രസംഗത്തിൽ ജോസഫ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം തേവര കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിന് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പോകാൻ വേണ്ടിയൊക്കെ മുൻകൈ എടുത്ത് അതിന് വേണ്ടി എഫേർട്ട് എടുത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിൻ്റെ മുൻനിരയിൽ തന്നെ നിന്നത് ജെയിംസ് സാറായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രത്തോളം എഫേർട്ട് സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡ്രാമ ക്ലബ്ബ്, തിയേറ്റർ ക്ലബിനൊക്കെ വേണ്ടി എല്ലാ കാര്യത്തിനും, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടക്കാനും എല്ലാ അറേഞ്ച്മെൻറ്റ്സിനും ഞങ്ങളെ സ്റ്റുഡൻസിനെ എല്ലാവരെയും ഒരേപോലെ കാണാനും ഒരേപോലെ കൊണ്ടു നടക്കാനൊക്കെ ജെയിംസ് സാർ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ വിയോഗം ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്.